സാർ കൂട്ടരുത്, ഞാൻ ഇതുവഴി പോയിക്കോളാം പ്ലീസ്. ചെറിയ ക്യാബ് സാർ, ഞാൻ പോട്ടെ. വാ. എങ്ങോട്ട്? ഇതെന്താ? വെൽക്കം ടു ഹലോ നമസ്തേ. ഇന്ന് നിങ്ങൾക്കൊപ്പം ഉള്ളത് 2 സർപ്രൈസ് ആർജേഴ്സ് ആണ്, ജയ് ആൻഡ് അബു. അബു? ഞാൻ ജയ്, എന്നോടൊപ്പം ആരാണെന്ന് ഞാൻ പറഞ്ഞു. ആരാണ്? അബു. അബു. അപ്പൊ നമ്മൾ തകർക്കല്ലേ? എന്തിനാ തകർക്കണത്? തകർക്കല്ല, പൊളിക്കല്ലേ? പൊളിക്കെന്തിനാന്ന്? പൊളിക്കാം, നമുക്ക് ഇടിവെട്ടാക്കാന്ന്. എനിക്ക് പേടിയാണ് സാർ. ഈ അബുവിന്റെ കാര്യം എങ്ങനെയാണ്? എന്ത് പറഞ്ഞാലും പേടിയാവുന്നു എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കും. എന്റെ അബു, ഈ ലോകത്ത് നമുക്ക് വേണ്ടത് ധൈര്യമാണ്, ധൈര്യം. ഈ ധൈര്യം വെച്ചോണ്ട് നമ്മള് റെയിൽവേ ട്രാക്കിന്റെ ഫ്രണ്ടിൽ പോയി ട്രെയിൻ വന്നാ ചത്തോലേ? പോവില്ലേ? ഈ അബുവിന്റെ ഒരു കാര്യം. ഇനി ഹലോ നമസ്തേയിൽ ഒരുപാട് വിശേഷങ്ങൾ കേൾക്കാനുണ്ട്. ഒരു പാട്ട് കേട്ടതിന് ശേഷം നമുക്ക് മടങ്ങി വരാം. ഇവിടെ മനുഷ്യരുടെ ജീവൻ മരണ പോരാട്ടം നടക്കുക, അവിടെ തമാശ കളിക്കണം. ഇനി പേടിയാണ് ടെൻഷനാണെന്ന് പറഞ്ഞോണ്ടല്ലോ, നിനക്ക് തോന്നുന്നു പറഞ്ഞാൽ മതി. എടാ, വിചാരിച്ചാൽ നടക്കാത്തൊരു കാര്യമില്ല. നിനക്ക് സാലറി കൂട്ടി വേണം. എനിക്കുള്ള സാലറി ഇപ്പൊ തന്നാ മതി. വേഗം ഇരുന്നോ, ഇന്ന് തന്നെ ഒരു സാലറി തരും. തരുമോ? ഓക്കെ, ഇരിക്കും. പറ്റിക്കരുതട്ടാ. പാട്ട് തീരാൻ പോകുന്നു. വെൽക്കം ബാക്ക് ടു ഹലോ നമസ്തേ. നമസ്തേ. ഹലോ, ഞാൻ അബു. കുറച്ച് നേരമായിട്ട് ചെയ്യുമ്പച്ചാ നിങ്ങൾ വെറുപ്പിച്ചോണ്ടിരിക്കണേന്ന് എനിക്ക് മനസ്സിലായി. ഞങ്ങൾ ഇങ്ങനെ തന്നെ തുടങ്ങാന്നൊരു അഭിപ്രായം ആദ്യം പറഞ്ഞത് ഞാനാണ് ജയ്മച്ചാനോട്. പക്ഷെ വളരെ സന്തോഷമുണ്ട് അല്ലേ, ഒന്നും പറയാൻ കിട്ടണില്ല. ഇവിടെ ഞാൻ ആദ്യം ചായയിട്ട് അല്ല ഇന്റർവ്യൂവിന് വരാൻ നേരത്ത് നമ്മൾ എന്തൊക്കെയാടാ പറഞ്ഞത്? എനിക്കൊന്നും ഓർമ്മയൊന്നുമില്ല. സാർ, താങ്ക് യു സാർ. ഓക്കെ, സ്പോൺസറാ, പരിപാടി കുഴപ്പമില്ലെന്ന്. നമുക്കിതങ്ങ് കണ്ടിന്യൂ ചെയ്താലോ? നാട്ടുകാരെന്ത് ചെയ്യപ്പോ? അവരിത് ഇതാക്കുന്നാണ് വിചാരം. സാറേ, എത്രയും പെട്ടെന്ന് 2 പേരും ഇങ്ങോട്ട് വിളിച്ചിട്ടുണ്ട് കേട്ടാ, അല്ലെങ്കിൽ ഇത് മൊത്തം ചൊലാവും, ഉറപ്പാണ്. നമ്മളങ്ങോട്ട് പറയുന്നത് മാത്രമല്ല, അവര് പറയുന്നത് എറി ഇങ്ങോട്ട് കേൾക്കേണ്ടി വരും കേട്ടാ. സഖാക്കളെ, പാർട്ടി സമരങ്ങളൊന്നും ഏറ്റെടുക്കില്ല, നാട്ടുകാരുടെ ഇടയിൽ ഒരു പരാതിയുണ്ട്. ഹലോ, ഞാനിപ്പോ ഇത് ആരോടാ പറയുന്നേ? ഇതന്നെ 24 മണിക്കൂർ ഇതിന്റെ മോളിൽ ഇങ്ങനെ വരച്ചെടുക്കുക. ഞാൻ ഒരു കാര്യം ചെയ്യാം, പാർട്ടി തീരുമാനങ്ങളൊക്കെ വാട്സാപ്പിലിടാം. എന്തേ? ഇതാരും മാധവനോ? എന്തൊക്കെയാണ് സാറല്ലേ? ഇതിന്റെ ഇന്റിമേറ്റ് ഫ്രണ്ട് മാധവൻ, നമ്മളെ മഹാരാജസിന് ആർട്സ് ക്ലബ്ബ് സെക്രട്ടറി 2 കൊല്ലം. പിന്നെ പരിപാടിക്കും കേക്കല്ലേ ഹലോ നമസ്തേ, ഗംഭീരാവുണ്ട്. എന്തേ ഇവിടെ? അപ്പം പ്ലാവാണ് പ്രശ്നം. ഇങ്ങനത്തെ ചെറിയ പ്രശ്നങ്ങളൊന്നും പാർട്ടി ഏറ്റെടുക്കില്ല. കയ്യും കാലും വെട്ടിക്കാണുമ്പോ ഇന്ന് തന്നെ വെട്ടാ. എന്റെ വെട്ടാണ്ടോ പറയും? ഒരു കയ്യും കാലും വെട്ടണ്ട. എന്റെ പ്രശ്നം പ്ലാവാണ്. ഞാൻ കുറെ നാൾ നടന്നാണ് പാർട്ടി എന്നെ സഹായിക്കണം. എന്നായി ഒന്ന് കേട്ടോ, പാർട്ടി ഇടപെട്ട് കഴിഞ്ഞ് ഏറ്റെടുത്ത പ്രശ്നങ്ങളും സമരങ്ങളൊക്കെ തോൽക്കുണ്ടെന്ന് ചെറിയൊരു ആരോപണം ഉണ്ട് പുറത്ത്. അത് ശരിയാണ്. എന്നാ കേട്ടോ, കൊമ്പല്ല പ്ലാവെന്ന് വെട്ടിക്കാളെ നമുക്ക്. പിന്നെ സംസ്ഥാന സമ്മേളനമൊക്കെയാണ് വരുന്നത്, നമുക്ക് ചെറിയൊരു സംഭാവന വേണ്ടി വരും. ഒരു 1000 രൂപ ഞാൻ ഇപ്പൊ തന്നെ വന്നേക്കാം. അതിന്റെ കൂടുതൽ പൂജ കൂടി കൂട്ടിക്കോ. 10,000 രൂപ? അല്ല, അത് അഡ്വാൻസ്. പിന്നെ പ്ലാവ് മുറിച്ച് കഴിഞ്ഞിട്ട് ബാക്കി റെഡിയാക്ക. ധൈര്യമായിട്ട് നിന്നോ, പാർട്ടിയല്ലേ പറയുന്നത്. അത് ബാക്കി ഓഫീസിലെത്തിക്കാം. ഫീസ് എത്രയായാലും സാരമില്ല, ഇതിന്റെ ഒരു കൊമ്പ് പോലും അവര് മുറിക്കാൻ പാടില്ല. ഇങ്ങനെ ജില്ലെന്ന് നിൽക്കുന്ന കക്ഷികളെ എനിക്കും ഇഷ്ടം. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ ഓക്കെ. അതെ, നമുക്ക് കുറച്ച് പൈസ ടോമിച്ചായനോട് ചോദിച്ചാലോ? നീ എന്താ പറയുന്നത്? ഭയങ്കര നാണക്കേട്. ഓക്കെ, പിന്നെ ഈവനിങ് ഷിഫ്റ്റിൽ ഞാനിപ്പോൾ തിരിച്ചു വിളിക്കാവേ. ഒരു സെക്കൻഡ്. ബൈ സഖാവേ. ഇവിടെയാണോ വീട്? 2 ആഴ്ച ആയിട്ടുമ്പോൾ ചർച്ചയ്ക്കൊന്നും വിളിക്കില്ല കേട്ടോ. വിളിക്കാൻ നിങ്ങൾ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടാക്കണ്ടേ? ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട്. ഓഹോ,
എന്താ ഇവിടെ? ഇവിടെ ഒരു ഇഷ്യൂ തീർക്കാനുണ്ട്. രമേശ ഇവിടെ ഇതാണ് ഇപ്പം സാധനം. ഇതിനിപ്പോ എത്ര കൊല്ലത്ത് മുപ്പുണ്ടാവും? അതാണോ ഇപ്പൊ പ്രശ്നം? അതല്ല, അവനെന്താ അവിടെ പോയി സംസാരിക്കുക? അല്ല, എന്താ പ്രശ്നം? നിങ്ങൾ കോളനിക്കാർ വിചാരിച്ചിട്ട് നടന്നില്ലല്ലോ. ഇനി ഞങ്ങളും ശ്രമിച്ചോട്ടെ, ഇത് മുറിക്കാൻ പറ്റുമെന്ന്. ചെല്ല് കഥ പറയാം. ഞാനേറ്റ് അവൻ മൊടാണിക്ക് നീ മൈൻഡ് ചെയ്യണ്ട. എന്റെ സ്വഭാവം അറിയില്ല. ചക്കയുണ്ടല്ലോ. ആ രാഹുൽ, ഞാൻ താമസിക്കുന്ന വില്ലിലേക്ക് എത്രയും പെട്ടെന്ന് ഒരു യൂണിറ്റ് അയക്കണം. എന്നിട്ട് ന്യൂസും അപ്പ് ചെയ്തു. യുവ ആർജയുടെ വീട് CKM വളയുന്നു. ആ CKM ജില്ലാ കമ്മിറ്റിന്ന് സെക്രട്ടറിയാണ് രമേശൻ. കേട്ടുണ്ടാവും. തനിക്കെന്താ കാര്യം? ആ മുറ്റത്തിക്കനെ പ്ലാവൊന്ന് മുറിക്കണം. പറ്റെങ്കിൽ ഇന്ന് തന്നെ ആയിക്കോട്ടെ. പാർട്ടിയോട് കളിക്കണ സൂക്ഷിച്ചു വേണം. പാർട്ടിയല്ല, പട്ടാളം വേണമെങ്കിൽ വന്നോട്ടെ, ഞങ്ങൾ ആ മരം മുറിക്കുന്നില്ല. ഇത് പാർട്ടി ഏറ്റെടുത്തു കഴിഞ്ഞ പ്രശ്നം. ഒരു വിട്ടുവീഴ്ചയും പ്രതീക്ഷിക്കണ്ട. സുഹൃത്തെ, മര്യാദ എന്റെ ഭാഷയിൽ എന്നോട് ഇത്ര നേരം ഞാൻ സംസാരിച്ചേ. താൻ ഈ മറ്റേ ഭാഷയിൽ പറഞ്ഞു നോക്കി. ജെറി, പോലീസിനെ വിളിക്കും. കൊച്ചിയിൽ യുവ ആർജയുടെ വീട് CKM വളയുന്നു. സഖാവേ, ന്യൂസായി. ഇപ്പൊ ഞങ്ങൾ പോണ്. കൊറേ വെട്ടിമുറിച്ച് പാരമ്പര്യമുള്ള പാർട്ടിക്ക് ഈ പ്ലാവ് ഞങ്ങൾക്ക് ഒരു വിഷയമല്ല. പാടോ അല്ല പിന്നെ. ഈ പ്ലാവുമായി ബന്ധപ്പെട്ട എന്തൊക്കെ കാര്യങ്ങളാണ് താങ്കൾക്ക് പറയാനുള്ളത്? ഇപ്പൊ വാർത്തകൾക്കൊക്കെ നല്ല ദാരിദ്ര്യ അല്ല മാഡം? അവര് വരുന്നു. ആ വാ. ഒരു രാഷ്ട്രീയ പാർട്ടി സമൂഹം അംഗീകരിക്കുന്ന ഒരു ചെറുപ്പക്കാരന്റെ സ്വകാര്യ ജീവിതം അട്ടിമറിക്കാൻ ശ്രമിക്കുന്നു, അതും കേവലം ഒരു പ്ലാവിന്റെ പേരിൽ. ഇത് ശരിയാണോ? പ്ലാവോ? ഏത് പ്ലാവ്? ഇത് പ്ലാവാ? ഞാൻ അതിപ്പോഴാ കാണുന്നേ. പ്ലാവിന്റെ കാര്യം സംസാരിക്കാനല്ല ഞാൻ വന്ന്. ഈ 2 വില്ലകൾ നിൽക്കുന്ന പുറമ്പോക്ക് ഭൂമിയില്ല, അതിന്റെ കാര്യം സംസാരിക്കാനാ ഞാൻ ഇവിടെ വന്ന്. കയ്യേറ്റ ഭൂമിയോ? സഖാക്കളെ, ഭൂമാഫിയയുടെ ഇരകളാണ് ഈ 2 ആർജകളും. ഇവനെന്തായി പറയണ? ഇതിനു വേണ്ടിയുള്ള എല്ലാ തെളിവും എന്റെ കയ്യിലുണ്ട്. എന്റെ അടുത്താ? സഖാവേ, ഇതല്ല മറ്റവനാ ബ്രോ. എല്ലാ തെളിവും ഈ പെൺഡ്രൈവിന്റെ അകത്തുണ്ട്. എത്രയും പെട്ടെന്ന് ഞാൻ അത് കോടതിയിൽ ഹാജരാക്കും. സത്യം ന്യൂസ് പുറത്തുവിടുന്നു. നഗരത്തിൽ വീണ്ടും ഭൂമാഫിയുടെ കയ്യേറ്റം. CKM കയ്യേറ്റ വിരുദ്ധ സമരത്തിലേക്ക്. അല്ല സഖാവേ, നമ്മള് തിരിച്ചു പോവുകയാണോ? അപ്പൊ പ്ലാവ് എടോ, പ്രത്യയശാസ്ത്രപരമായ പിന്മാറ്റം ചില യുദ്ധത്തിന് അനിവാര്യമാണ്. എത്ര അനുഭവം ഇവന്, എന്നാലും ഇപ്പൊ ചോദിക്കില്ല. എന്താണ് നീ രാഷ്ട്രീയക്കാരെ വിളിച്ചോണ്ട് വന്നത്? കണ്ടില്ലേ? വേറെ ആരെങ്കിലും വിളിച്ചോണ്ട് പോടാ. ആരെങ്കിലും അല്ലടാ, ഞാനാണ് ഇറങ്ങാൻ പോകുന്നത്. എന്നാ നീ പോടാ. പന്നെ ജെറി, അയ്യോ, ജെറി, കാണിക്കുന്നേ. വേണ്ട, വേണ്ട. ഫോക്കസ് കാര്യം പറ്റൂടാ. ജെറി, നീ ഇവിടെ നിൽക്കണ്ട, പോയി